അങ്ങനെ എൻ്റെ ഉണ്ണിയേട്ടൻ ഒരു കൊല്ലത്തെ ലീവൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. ഞങ്ങളതിൻ്റെ തയ്യാറെടുപ്പിലാണ്. അത് എൻ്റെ ചേട്ടൻ വരുന്ന ഞങ്ങളവിടെ എത്തിയപ്പോഴേക്ക് ലേറ്റായി. കൊച്ചിയിൽ നിന്നായിരുന്നു. അതിൻ്റെ സന്തോഷമാണ്. ഇഷ്ടമല്ലാണ്ട് ഒരു പ്രവാസിയുടെ ഭാര്യ എന്നുള്ളൊരു പദവി ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നു. ഞങ്ങളുടെ ലൈഫ് ആ ഒരു ഘട്ടത്തിലേക്ക് കടന്നു പോവുകയാണ്. അന്നതിൻ്റെ സന്തോഷം എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. വന്നതിൻ്റെ സന്തോഷത്തിൽ എക്സൈറ്റ്മെൻറ്റിൽ എന്നും പറയണോ എങ്ങനെ എന്താ പറയേണ്ടതെന്നൊന്നും അറിയാണ്ട് ആകെ മൊത്തം ഒരു സങ്കടത്തിലായി. അന്നത് മൊമെൻറ്റ്സൊക്കെ ക്യാച്ച് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ അധികമൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളിങ്ങനെ മറൈൻ ഡ്രൈവിൽ കുട്ടികളങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങണം എന്നൊക്കെ വിചാരിച്ചാൽ കൂടെയൊക്കെ ഒന്ന് കറങ്ങി മറൈൻ ഡ്രൈവിലൂടെയൊക്കെ ഒന്ന് പോയി. അതിന് മുന്നേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു. എന്താണെന്ന് വെച്ചാൽ ഉണ്ണിയേട്ടന് ഭയങ്കര വിശപ്പ് പറഞ്ഞു. ഫ്ലൈറ്റിൽ നിന്നൊന്നും കഴിക്കാനും ഇതിനൊന്നും കിട്ടിയിട്ടൊന്നുമില്ല പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. വേഗം ബിരിയാണി വാങ്ങിച്ചു കൊടുത്ത് വയറ് നിറയെ കഴിച്ചു. എന്നിട്ട് ഞങ്ങളിങ്ങനെ മറൈൻ ഡ്രൈവിലൂടെ നടന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും കൂടെ. ഞങ്ങളുടെ ഫാമിലിയാണിത് ഫുള്ള് കേട്ടോ. എല്ലാവരും ഫോട്ടോ എടുത്തു. പിന്നെ കുട്ടികളെയും കൊണ്ടൊക്കെ ഇങ്ങനെ അത് കൂടെയൊക്കെ നടന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് പിന്നെ കുറേ മാങ്ങയും ഇതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ ഫോട്ടോ എടുത്തില്ല. പിന്നെ ഞങ്ങൾ വന്നിട്ട് ആദ്യം ഞങ്ങൾ അവിടെ പൂരമായിരുന്നു, അതിന് കൂടി. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. കഴിഞ്ഞിട്ട് ഞങ്ങൾ കാഞ്ഞിരപ്പുഴയുടെ ഡാമിൽ അവിടേക്കൊന്ന് പോയി. കുട്ടികൾ പാർക്കിലൊക്കെ പോയി ഒന്ന് കളിച്ച് ഉണ്ണിയേട്ടനും കുട്ടികളും കൂടെയുള്ള മൊമെൻറ്റ്സൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറേ സ്ഥലത്ത് കൂടെയൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച്. മക്കളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ കണ്ടു. ഒറ്റൊരു കൊല്ലം കൊണ്ട് ആകെ വല്ലാണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ എൻ്റെ ഉണ്ണിയേട്ടൻ തിരിച്ച് ആ ഒരു മാസം കറക്റ്റ് വന്നു പോയി. ഇനി അടുത്ത